മിസ്സാണ്. അതാ നമ്മുടെ എക്സാം ഒക്കെ വന്ന് അടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചോ നമ്മുടെ ചാപ്റ്ററിലായിരുന്നോ ലെറ്റ്സ് ഡ്രോ ആൻഡ് റീഡ് എന്ന ചാപ്റ്ററിൽ മസ്റ്റായിട്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വരുന്നതായിരിക്കും. കണ്ടെത്താം, എഴുതാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ. ഇതാ നമുക്കിവിടെ ഇന്ത്യയുടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തുള്ള കടൽ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടൽ എന്ന് തന്നിട്ടുണ്ടല്ലേ. ബേ ഓഫ് ബംഗാൾ ഉണ്ട്. ഇതിനെവിടെയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള കടൽ ഏതാണ്? അറേബ്യൻ സീ, അറേബ്യൻ കടൽ എന്നൊക്കെ അറബിക്കടൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. ഇന്ത്യയുടെ തലസ്ഥാനം. ഈ ഒരു മാപ്പിൽ നിങ്ങൾ ഇന്ത്യയുടെ തലസ്ഥാനം കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. എവിടെയാണ് ഇന്ത്യയുടെ തലസ്ഥാനം എന്ന് പറയുന്നത്? ഡൽഹി ആണല്ലേ. ഇന്ത്യയുടെ തലസ്ഥാനം എവിടെയാണ്? ഡൽഹിയാണ്. അപ്പം നിങ്ങൾ എന്ത് എഴുതണം ഇവിടെ? ഡൽഹി എന്ന് എഴുതുക. ഡൽഹി. ഓക്കെ, ഡൽഹിയാണ് ഇന്ത്യയുടെ തലസ്ഥാനം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കേന്ദ്ര ഭരണ പ്രദേശം ഏതാണെന്നാണ് ചോദ്യം. ദ നോർത്ത് മോസ്റ്റ് യൂണിയൻ ടെറിട്ടറി ഓഫ് ഇന്ത്യ എവിടെയാണെടാ? ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത്. എങ്ങനെയായിരുന്നു വരുന്നത്? ഇതാ നോക്കിക്കോ. ഇവിടെ എന്താ വരുന്നത്? നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് അല്ലേ. അപ്പം നമ്മളോട് ചോദിച്ചത് എന്താണ്? എന്താ ചോദിച്ചത്? യെസ്, നമ്മളോട് ചോദിച്ചതാണ് വടക്ക് ഭാഗത്ത് ഏതാണുള്ളത്? യെസ്, ലഡാക്ക് ആണല്ലേ. ലഡാക്കാണ് ആൻസർ വരുന്നത്. ലഡാക്ക്. ഓക്കെ, അപ്പം നിങ്ങൾ ലഡാക്ക് എന്ന് എഴുതി വെക്കുക. ദെൻ ക്വസ്റ്റ്യൻ ഇതാണ്. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ ഏത് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നതാ? എവിടെയാണ് നോക്കുക? എവിടെയാണ്? ഈസ്റ്റ് അല്ലേ. ഈസ്റ്റ്, കിഴക്ക് ഭാഗത്താണ് അരുണാചൽ പ്രദേശ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ എന്ത് എഴുതണം? ഈസ്റ്റ് എഴുതണം. ദെൻ നൈബറിലെ നമ്മുടെ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു അയൽരാജ്യം. തെക്ക് എവിടെയാണ്? അവിടെ താഴെ അല്ലേ. ഏതാണ്? യെസ്, ശ്രീലങ്കയാണ്. ശ്രീലങ്ക എന്ന് എഴുതുക. ശ്രീലങ്കയാണ് എന്ത്? തെക്ക് ഭാഗത്തുള്ള അയൽരാജ്യം എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം എന്താ? താഴത്തിന് നോക്കി. എവിടെയാ കേന്ദ്രഭരണ പ്രദേശം? ഏതാണുള്ളത് നോക്കിക്കോ. ദാ കണ്ടോ, ഇവിടെ പുതുച്ചേരിയാണ്. പുതുച്ചേരിയാണ്. അപ്പോൾ ഇംഗ്ലീഷിലും എഴുതണം മക്കള്. പുതുച്ചേരി. ഓക്കെ, പുതുച്ചേരിയാണ്. ദെൻ ലാസ്റ്റ് പറഞ്ഞ എന്താണ്? യെസ്, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ് നോക്കിക്കോ. നിങ്ങളെ മാപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഏതൊക്കെയാണ്. അവിടെ മ്യാൻമാർ ഉണ്ട്. then ഏതൊക്കെയാണ്? അഫ്ഗാനിസ്ഥാൻ ഉണ്ട്, ചൈന ഉണ്ട്. ഒക്കെ ഏതാ? ചൈന ഏതാ? മ്യാൻമാർ ഏതാ? ഇതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ, ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റാണ്, എന്തായാലും ചോദിക്കും. അപ്പോൾ ഇതേപോലത്തെ കുഞ്ഞു ഷോർട്സ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.